ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മോര് കറിയാണ്. അപ്പോൾ നമ്മളിത് സാധാരണ പോലെയല്ല ഉണ്ടാക്കുന്നത്, തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മോര് കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കരിവേപ്പില ചേർക്കാം. ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർക്കാം. മീഡിയം സൈസായിട്ടുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും, അത് നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും കൂടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ മുളക് പൊടി ഇതിൽ കൂടുതൽ ചേർക്കരുത്, 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. ഇനി ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളി ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. തക്കാളി ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നമ്മൾ വഴറ്റുമ്പോൾ ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പകുതി വേവായാൽ മാത്രം മതി. നമ്മളത് സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മാത്രം മതി. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ തക്കാളി വഴറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് കുഴഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റായി. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പാകത്തിനുള്ള വേവാണ്, ഒരുപാടങ്ങ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് തൈര്, നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തതാണ്. അപ്പോൾ 1 കപ്പ് തൈരിന് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ ചേർക്കരുത്, പെട്ടെന്ന് തന്നെ തൈര് പിരിഞ്ഞു പോവും. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം തൈര് ചേർക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയും കൂടി ചേർക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ജീരകപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് തന്നെ കടുക് വറുത്തതിന് ശേഷം ജീരകവും കൂടി ചേർത്ത് പൊട്ടിച്ചെടുത്താൽ മതി. ജീരകപ്പൊടി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് പാകമാണോ നോക്കുക. പോരാൻ തോന്നിയ ഉപ്പ് ചേർക്കാം. പിന്നെ തൈര്, നമ്മളെടുക്കുന്ന തൈര് ഒരുപാട് പുളിയുള്ള തൈരായിരിക്കരുത്, അത്യാവശ്യത്തിന് പുളിയുള്ള തൈരായാൽ മതി. ഒരുപാട് പുളിപ്പ് ഉള്ള തൈര് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, ഒട്ടും തന്നെ തിളച്ച് പോകാതെ നോക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം തന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫാക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവേണ്ട ആവശ്യമേ ഉള്ളൂ, ഒട്ടും തന്നെ തിളച്ച് പോകാതെ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ മോര് കറി റെഡിയാണ്. ഇപ്പോൾ തക്കാളിയും കൂടി ചേർത്ത കാരണം നല്ലൊരു ടേസ്റ്റാണ്, തക്കാളിയും സവാളയൊക്കെ ചേർത്ത മോര് കറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.